ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്തെ ഭേദിച്ച് മുൻപോട്ടും പിറകോട്ടും യാത്ര ചെയ്യുക എന്നത് മനുഷ്യൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. സമയത്തെ ഭേദിച്ച് ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ ഒന്ന് യാത്ര ചെയ്യുവാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് ചിന്തിക്കുന്ന അനേകം മനുഷ്യർ നമുക്കിടയിൽ തന്നെയുണ്ട്. എന്നാൽ പക്ഷേ ടൈം ട്രാവൽ എന്നത് അത്ര ലളിതമായ ഒരു വിഷയവുമല്ല. ഈ ആശയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്നുമുണ്ട്. അതിലൊന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനായി പോകുന്ന ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ്. ഒരു വസ്തുവിൻ്റെ, അതുമല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെ ഉറവിടം കണ്ടെത്തുവാനായി നമുക്ക് സാധിക്കാതെ വരുന്ന ഒരു പ്രതിഭാസമാണിത്. നിങ്ങൾ 2024 ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നു. ഷേക്സ്പിയറുടെ കടുത്ത ആരാധകനായ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒരു പുസ്തകത്തിൽ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതുന്നു. ശേഷം നിങ്ങൾ ഒരു ടൈം മെഷീൻ ഉപയോഗിച്ച് 16-ാം നൂറ്റാണ്ടിലേക്ക് യാത്ര ചെയ്യുന്നു. ഷേക്സ്പിയർ തൻ്റെ പ്രശസ്തമായ കൃതികൾ എഴുതുന്നതിനു മുൻപ് നിങ്ങൾ അദ്ദേഹത്തെ കാണുകയും നിങ്ങൾ തയ്യാറാക്കിയ പുസ്തകം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു. ഈ പുസ്തകം ലഭിച്ചതിന് ശേഷം ഷേക്സ്പിയർ അതേ കൃതികൾ തന്നെ വീണ്ടും എഴുതുകയും അത് ലോകപ്രശസ്തമാകുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ്: യഥാർത്ഥത്തിൽ ഈ പുസ്തകം എഴുതിയതാരാണ്? നിങ്ങളാണ് ആ പുസ്തകം എഴുതിയതെങ്കിൽ അത് നിങ്ങൾക്കൊരു പുസ്തകത്തിൽ നിന്നും പകർത്തി എഴുതുവാനായി സാധിച്ചതുകൊണ്ടാണ്. ഇനി ആ പുസ്തകം എഴുതിയതാകട്ടെ ഷേക്സ്പിയറുമാണ്. എന്നാൽ ഈ പുസ്തകം എഴുതുവാനായിട്ട് ഷേക്സ്പിയറിന് സാധിച്ചതാകട്ടെ നിങ്ങൾ നൽകിയ പുസ്തകം അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടും. അതായത് ഇവിടെ പുസ്തകത്തിന് ഒരു ഉറവിടം കണ്ടെത്തുവാനായി നമുക്ക് സാധിക്കാതെ വരുന്നു. ഈ ലൂപ്പിൽ തന്നെ നമ്മൾ കുടുങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് വിളിക്കുന്നതും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നിങ്ങൾ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ദിവസം നിങ്ങളുടെ മുറിയിലേക്ക് ഒരു അജ്ഞാതൻ ഒരു പുസ്തകം ഡെലിവറി ചെയ്യുന്നു. ആരാണ് ഈ പുസ്തകം നൽകിയതെന്നോ എവിടെ നിന്നാണ് ഇത് വന്നതെന്നോ നിങ്ങൾക്ക് അറിയുകയുമില്ല. ആ പുസ്തകത്തിലുള്ളതാകട്ടെ ഒരു ടൈം മെഷീൻ ഉണ്ടാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമാണ്. അടുത്ത 20-30 വർഷങ്ങൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ആ പുസ്തകത്തിലെ നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് ഒരു ടൈം മെഷീൻ നിർമ്മിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് ആകാംക്ഷ തോന്നുന്ന കാര്യമൊന്നുണ്ട്: ആരാണ് എനിക്ക് ചെറുപ്പത്തിൽ ഈ പുസ്തകം നൽകിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനായി നിങ്ങൾ അതേ ടൈം മെഷീൻ ഉപയോഗിച്ച് പുസ്തകം ലഭിച്ച അതേ ദിനത്തിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ നിങ്ങൾ ആ ദിവസത്തിനായി കാത്തു നിന്നിട്ടും കൈവശമുണ്ടായിരുന്ന പുസ്തകം ആരാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നില്ല. അങ്ങനെ അതിനെ തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള ആ പുസ്തകം ജനാലയിലൂടെ നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ രൂപത്തിലേക്ക് കൈമാറുന്നു. ഇവിടെയും അതേ ചോദ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു: എവിടെ നിന്നുമാണ് ആ പുസ്തകം വന്നത്? ഈ രണ്ട് സാഹചര്യങ്ങളും നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള സാധാരണ ധാരണകളെ ചോദ്യം ചെയ്യുന്നു. സമയം ഒരു നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതാണ് നമ്മുടെ പൊതുവായ ധാരണ. ഭൂതകാലം വർത്തമാനകാലത്തിന് കാരണമാകുന്നു. വർത്തമാനകാലമാകട്ടെ ഭാവി കാലത്തിനും കാരണമായി മാറുന്നു. എന്നാൽ ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സിൽ ഭാവി കാലം ഭൂതകാലത്തിന് കാരണമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇത് സമയത്തിൻ്റെ ലീനിയർ ഫ്ലോയെ തന്നെ ലംഘിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസത്തെ വിശദീകരിക്കുവാനായി ചില സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ഒന്നാമത്തെയാണ് മൾട്ടിവേഴ്സ് ഹൈപ്പോത്തസിസ്. നിങ്ങൾ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിലെ ഭൂതകാലത്തിലേക്കല്ല, മറിച്ച് മറ്റൊരു യൂണിവേഴ്സിലേക്കാണ്. അവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ യൂണിവേഴ്സിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഇത് നിങ്ങളുടെ സ്വന്തം യൂണിവേഴ്സിൽ ഒരു ടൈം ലൂപ്പ് എന്ന പ്രശ്നത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നു. മറ്റൊരു വിശദീകരണമാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഒരു ക്ലോസ് സിസ്റ്റത്തിലെ എൻട്രോപ്പി ഒരിക്കലും കുറയുകയില്ല. അത് ഒന്നല്ലെങ്കിൽ സ്ഥിരമായിരിക്കും, അല്ലെങ്കിൽ വർദ്ധിക്കും. ഒരു വസ്തു ഒരു ടൈം ലൂപ്പിൽ അകപ്പെടുമ്പോൾ
അതിൻ്റെ എൻട്രോപ്പിയിൽ മാറ്റം വരുന്നു. ഇത് തെർമോഡൈനാമിക്സിലെ നിയമങ്ങളെ ലംഘിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലുള്ള പല ശാസ്ത്രജ്ഞരും ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യുന്നത് അസാധ്യമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. പ്രകൃതി തന്നെ ഈ യാത്രയെ പല രീതിയിലും തടസ്സപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഭാവിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനായി സാധിക്കുമോ? അതിനുത്തരം അതേ എന്ന് തന്നെയാണ്. ഭാവിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതിന് അനേകം ഉദാഹരണങ്ങളുമുണ്ട്. നിങ്ങളൊരു ബഹിരാകാശ വാഹനത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ആ യാത്രയിൽ നിങ്ങളൊരു തമോഗർത്തത്തെ 2 തവണ വലയം വെക്കുന്നു എന്നും ചിന്തിക്കുക. ഭൂമിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് സമയം സാവധാനത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഭൂമിയിൽ തിരികെ എത്തുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയം മാത്രമേ അവിടെ കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഭൂമിയിൽ അതേ സമയം വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. ഇത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിക സിദ്ധാന്തം വഴി വിശദീകരിക്കുവാനായി നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഭാവിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനായി സാധിക്കുന്നതാണ്. എന്നാൽ ഭൂതകാലത്തിലേക്കുള്ള യാത്ര ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന വിഷയവുമാണ്. ബൂട്ട്സ്ട്രാപ്പ് പാരഡോക്സിനെ നമ്മൾ മറ്റൊരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണുകയാണെങ്കിൽ ഇൻഫർമേഷൻ തിയറി ഒരു പക്ഷേ നമ്മളെ സഹായിച്ചേക്കാം. ഇൻഫർമേഷൻ തിയറി അനുസരിച്ച് ഒരു സിസ്റ്റത്തിലെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നശിക്കുകയോ സ്വയം ഉത്ഭവിക്കുകയോ ചെയ്യുന്നില്ല. വിവരങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയുണ്ടായി, ഷേക്സ്പിയറുടെ പുസ്തകത്തിൻ്റെ കാര്യം. അതിൻ്റെ ഉത്ഭവം എവിടെയാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാനായി കഴിയുന്നില്ല. പുസ്തകത്തിലെ വിവരങ്ങൾ ഒരു ടൈം ലൂപ്പിൽ അകപ്പെട്ടിരിക്കുന്നു. ഇത് പ്രപഞ്ചത്തിലെ വിവരങ്ങളുടെ സംരക്ഷണ നിയമത്തെ ലംഘിക്കുകയും ചെയ്യുന്നു. അതുമല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വയം രൂപം കൊള്ളുകയോ ചെയ്യുന്നു. ഇത് ശാസ്ത്രലോകത്തെ ഇപ്പോഴും ഉത്തരം തരാത്ത ഒരു വലിയ ചോദ്യചിഹ്നവുമാണ്. ടൈം ട്രാവൽ എന്ന ആശയം സിനിമകളിലും സാഹിത്യത്തിലും വളരെ പ്രചാരത്തിലുള്ള ഒരു വിഷയമാണെങ്കിലും നമ്മൾ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇനിയും അനേകം വർഷങ്ങൾ മുൻപോട്ട് പോകേണ്ടതായി തന്നെയുണ്ട്. അപ്പോഴും നമുക്ക് ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യുവാനായി സാധിക്കുമോ എന്നത് ഇന്നും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വസ്തുതയുമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊന്ന് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.